ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ ഇന്ന് വളരെയേറെ വളർന്നിട്ടുണ്ട്. ലോകത്തിലെ ഏറ്റവും മികച്ച 5 സമ്പദ് വ്യവസ്ഥയുടെ പട്ടിക എടുത്താൽ നമ്മുടെ ഇന്ത്യ ആ പട്ടികയിൽ ഉണ്ടാകും. പക്ഷേ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു, 1990കളിൽ ഇന്ത്യ പാപ്പരാകേണ്ട ഒരു സാഹചര്യത്തിലായിരുന്നു. ഇന്ത്യക്ക് ഇതിനുശേഷം ഒന്നും ചെയ്യാൻ സാധിക്കില്ല. ഇന്ത്യ എത്രയും പെട്ടെന്ന് പാപ്പരാകുമെന്ന് ചിന്തിച്ച് ഒരുപാട് രാജ്യങ്ങൾ ഇന്ത്യ അങ്ങനെ വിഭജിച്ചെടുക്കാനായി, ഇന്ത്യ തകരുന്നത് കാണാനായി കാത്തിരുന്നു. പക്ഷെ അവിടെ ഒരുപാട് ട്വിസ്റ്റ് സംഭവിച്ചു. ഇതിനെക്കുറിച്ചാണ് നമ്മൾ അറിയാൻ പോകുന്നത്. അവസാനം വളരെ പ്രധാനപ്പെട്ട ഒരു രഹസ്യവും നിങ്ങൾക്ക് മനസ്സിലാകും. എന്താണെന്നുള്ളത് ഈ വീഡിയോയിലൂടെ വിശദമായി അറിയാം. 1991 ഇന്ത്യൻ ചരിത്രത്തിൽ ആരും മറക്കാത്ത ഒരു വർഷം. അതുമാത്രമല്ല, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ ഒരു പാതാള ലോകത്തെ നോക്കി പോയ വർഷം കൂടിയായിരുന്നു. ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥ നോക്കിയാൽ ബ്രിട്ടീഷുകാരുടെ വരവിന് മുൻപ് വരെയും, അതായത് 1800കൾക്ക് മുൻപ് വരെയും ലോകത്തിലെ ഏറ്റവും വലിയ വ്യാപാരവും ഒരുപാട് സമ്പത്തും ഉണ്ടായിരുന്ന ഒരു രാജ്യമായിരുന്നു. എന്നാൽ ആര് കണ്ണുവെച്ചുവെന്നറിയില്ല. വരാൻ പാടില്ലാത്ത കുറച്ചുപേർ വന്നതുകൊണ്ട്, നമ്മെ ഭരിക്കാൻ പാടില്ലാത്തവർ ഭരിച്ചതുകൊണ്ട് തന്നെ ഒരു ബുദ്ധിമുട്ടായ സാഹചര്യങ്ങൾക്ക് ശേഷം 1947 നമുക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. വെറും 200 വർഷങ്ങൾക്ക് മുൻപ് ലോകത്തിലെ മികച്ച സമ്പദ് വ്യവസ്ഥയുള്ള ഒരു രാജ്യം ബ്രിട്ടീഷുകാർ വന്നതിന് ശേഷം ഒരു ശ്മശാന ഭൂമി പോലെയായി. ഈ വാക്കുപയോഗിച്ചത് അല്പം ബുദ്ധിമുട്ടാണെങ്കിൽ പോലും 1947 നമ്മുടെ സ്ഥിതി അങ്ങനെയായിരുന്നു. 2 ലോകയുദ്ധങ്ങളിലും ഇന്ത്യക്കാരെ പരോക്ഷമായി ഉപയോഗിച്ച ബ്രിട്ടൻ സർക്കാർ നമ്മളിൽ നിന്നും മോഷ്ടിച്ച വിഭവങ്ങൾ എത്രയാണെന്ന് അറിയണ്ടേ? ഇന്നത്തെ ഈ ലോകത്തിന്റെ മുഴുവൻ സമ്പദ് വ്യവസ്ഥ എടുത്തു വെച്ചാൽ പോലും അതിന്റെ അടുത്ത് പോലും എത്തില്ല. അത്രത്തോളം വിഭവങ്ങൾ നമ്മളിൽ നിന്നും കൊള്ളയടിച്ചു. പിന്നീട് ഇന്ത്യ സ്വാതന്ത്ര്യം നേടി. സ്വാതന്ത്ര്യത്തിനു ശേഷം ഒരുപാട് ഭരണ മാറ്റങ്ങൾ, നിരവധി രാഷ്ട്രീയ പ്രശ്നങ്ങൾ, ഇവയെല്ലാം ഇന്ത്യയിൽ സംഭവിച്ചു. പക്ഷെ 1991 വളരെ പ്രധാനപ്പെട്ട ഒരു ഘട്ടമുണ്ടായത്. ഇതിനു മുൻപ് ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥ സ്റ്റേബിളായ ഒന്നായിരുന്നില്ല. ഇതിനിടയിൽ 3 പ്രധാനപ്പെട്ട യുദ്ധം നമ്മൾ ഫേസ് ചെയ്തു. ആദ്യ കാശ്മീർ യുദ്ധം ഒഴികെ 1965, 1961, 62 ഈ സമയങ്ങളിൽ നടന്ന ഇന്ത്യ ചൈന യുദ്ധം, 1971 ബംഗ്ലാദേശ് ലിബറേഷൻ വാർ, ഇവയെല്ലാം ഇന്ത്യയുടെ സമ്പദ് വ്യവസ്ഥയെ നേരിട്ടും അല്ലാതെയും വളരെ മോശമായി തന്നെ ബാധിച്ചു. പക്ഷെ അപ്പോഴൊന്നും സംഭവിക്കാത്തൊരു പ്രശ്നം 88, 89, 90 ഈ 3 വർഷത്തിൽ സംഭവിച്ചു. നമ്മുടെ ഇന്ത്യയുടെ വിദേശ നാണ്യം വളരെ കുറഞ്ഞു. ഇത് 1991 $1.5 ബില്യൺ മാത്രമായിരുന്നു നമ്മുടെ കൈവശം ഉണ്ടായിരുന്നത്. ഇതുപയോഗിച്ച് ചില മാസങ്ങൾക്ക് ആവശ്യമായ വസ്തുക്കൾ മാത്രമേ നമ്മെ കൊണ്ട് വാങ്ങാൻ സാധിക്കുകയുള്ളൂ. വെറും 2 മാസം അല്ലെങ്കിൽ ഒരു 3 മാസം ഇത്രത്തോളം മാത്രമേ ഇന്ത്യയുടെ ആ ഒരു കരുതൽ കറൻസി ഉണ്ടായിരുന്നുള്ളൂ. അതിനും അപ്പുറം നമ്മെ കൊണ്ട് മറ്റൊന്നും ചെയ്യാൻ കഴിയാത്തൊരു സാഹചര്യത്തിൽ അടുത്ത് എന്ത് ചെയ്യാം എന്നൊരു ചോദ്യമുണ്ടായി. ഇപ്പോൾ ഞാൻ പറയുമ്പോൾ നിങ്ങളൊരു കാര്യം ഒരു പക്ഷെ ചിന്തിക്കും, ഇന്ത്യയുടെ കൈവശം പണം ഇല്ലെങ്കിൽ IMFന്റെ പക്കൽ നിന്നും ലോൺ വാങ്ങാമല്ലോ, അല്ലെങ്കിൽ വേൾഡ് ബാങ്കിന്റെ പക്കൽ നിന്നും സഹായം ചോദിക്കാമല്ലോ. സത്യത്തിൽ ചരിത്രം പഠിച്ചവർക്ക് ഇതിനെക്കുറിച്ചൊക്കെ ചില കാര്യങ്ങൾ അറിയാം. എന്നാൽ ചരിത്രം അറിയാത്തവർക്ക്, അതിനെക്കുറിച്ച് പഠിക്കാത്തവർക്കൊക്കെ ഇതൊരു പുതിയ അറിവായിരിക്കും. നിങ്ങൾ ചിന്തിച്ചതുപോലെ തന്നെയാണ് ഇന്ത്യയും ചെയ്തത്. $1.5 ബില്യൺ വെച്ചുകൊണ്ട് നമുക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല. ചില ദിവസങ്ങൾ നമുക്ക് കൈകാര്യം ചെയ്യാൻ കഴിഞ്ഞേക്കാം. പക്ഷെ ഇന്ത്യ എന്ന രാജ്യത്ത് ഇതിനുശേഷം എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം എന്നുള്ളത് ആർക്കും ചിന്തിച്ചു നോക്കാൻ പറ്റാത്തൊരു സാഹചര്യമായിരുന്നു. ആ സമയത്ത് ഇന്ത്യക്ക് ഉണ്ടായിരുന്നത് ഒരേ ഒരു ഓപ്ഷൻ മാത്രമായിരുന്നു. രണ്ടാമതായുള്ള ഓപ്ഷൻ ഇന്ത്യ പാപ്പരാകുമെന്ന് അറിയിക്കുക. എന്നാൽ ഇന്ത്യയിൽ അപ്പോഴുണ്ടായിരുന്ന രാഷ്ട്രീയക്കാർ അത് ചെയ്തില്ല. പകരം നമ്മളെടുത്ത ഒരു പ്രധാനപ്പെട്ട തീരുമാനം $2 ബില്യൺ IMFന്റെ പക്കൽ നിന്നും, വേൾഡ് ബാങ്കിന്റെ പക്കൽ നിന്നും, ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന്റെ പക്കൽ നിന്നും, ബാങ്ക് ഓഫ് ജപ്പാന്റെ പക്കൽ നിന്നും 400 മില്യൺ ഇങ്ങനെ നമ്മൾ കടം ചോദിച്ചു. എന്നാൽ കടം വാങ്ങുകയാണെങ്കിൽ അതിനൊരു സെക്യൂരിറ്റി ഗ്യാരണ്ടി നൽകണം, അല്ലെങ്കിൽ അതിന് തുല്യമായ ഒരു വസ്തു നൽകണം. ഇവിടെ നമ്മൾ ഈ സെക്യൂരിറ്റി ഗ്യാരണ്ടിയായി ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിന് മാത്രം കൊടുത്ത സ്വർണത്തിന്റെ മതിപ്പെത്രയെന്ന് അറിയണ്ടേ? 50 ടണ്ണായിരുന്നു. അതും അന്നത്തെ കാലത്തെ കണക്കനുസരിച്ചാണ്. 50 ടൺ ഇത്രയേറെ സ്വർണം ബാങ്ക് ഓഫ് ഇംഗ്ലണ്ടിലേക്ക് മാറ്റി. ഇവിടെ നിന്നും എയർലിഫ്റ്റ് ചെയ്ത് പിന്നീടായിരുന്നു നമുക്ക് ലോൺ സാങ്ഷൻ ചെയ്തത്. അപ്പോൾ ഫിനാൻസ് മിനിസ്റ്റർ ആയിരുന്ന നമ്മുടെ ശ്രീ മൻമോഹൻ സിംഗ് ശരിക്കും വല്ലാത്തൊരു പ്രതിഭ തന്നെയായിരുന്നു. ഇന്നത്തെ കാലഘട്ടത്തിലെ നിരവധി ഫിനാൻസ് എക്സ്പേർട്സ് അല്ലെങ്കിൽ ഈ ഫിനാൻഷ്യൽ അനാലിസിസ് ഇവരെല്ലാം അറിയേണ്ട ഒരു കാര്യമാണിത്. അന്ന് അദ്ദേഹം എടുത്തൊരു തീരുമാനം, അതായത് ആ 90കളിൽ ഇദ്ദേഹം എടുത്ത
ആ ഒരു ധീരമായ സാമ്പത്തിക പരിഷ്കാരമായിരുന്നു ഇന്ന് നമ്മുടെ ഇന്ത്യയെ ഈ നിലയിലേക്ക് കൊണ്ടുവന്നു എന്നുള്ളത് ആരെ കൊണ്ടും നിഷേധിക്കാനാകില്ല. അതിപ്പോൾ BJP സപ്പോർട്ടേഴ്സ് ആയിരുന്നാലും കോൺഗ്രസ് സപ്പോർട്ടേഴ്സ് ആയിരുന്നാലും ഈ ഒരു സത്യം ആരെ കൊണ്ടും നിഷേധിക്കാനാകില്ല. അങ്ങനെ അദ്ദേഹം എന്താണ് ചെയ്തത്? ഇതിൽ സോവിയറ്റ് യൂണിയൻ എങ്ങനെയാണ് അകത്തേക്ക് വന്നത്? ഇതിനെക്കുറിച്ചാണ് ഇനി അറിയേണ്ടത്. ഈ 2 ബില്യൺ നമുക്ക് സാങ്ഷൻ ആകുന്നു. ഇങ്ങനെ സാങ്ഷൻ ആയ എമൗണ്ടിൽ ആദ്യം 400 മില്യൺ ഇവിടെയുള്ള ക്യാഷ് സർക്കുലേഷന് വേണ്ടി ഉപയോഗിച്ചു. അതായത് വിദേശ നാണ്യം ഒരല്പം കൂട്ടിയതിനു ശേഷം അവിടെയുള്ള ജനങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടിയും ഇനി നമ്മൾ പാപ്പരാകാതിരിക്കാനായി ഏതൊക്കെ വകുപ്പിൽ ഇൻവെസ്റ്റ് ചെയ്യാം എന്നുള്ളതെല്ലാം ആദ്യഘട്ടത്തിൽ തന്നെ ചെയ്യാൻ തുടങ്ങി. ഇന്ത്യ പ്രധാനപ്പെട്ട ഒരു പ്രതിസന്ധിയിൽ വന്നതിന് സോവിയറ്റ് യൂണിയന്റെ പതനവും ഒരു കാരണമായിരുന്നു. ഇത് പലർക്കും അറിയാത്തൊരു കാര്യമാണ്. ഇതിന് പ്രധാനപ്പെട്ട കാരണം നമ്മൾ സ്വാതന്ത്ര്യം വാങ്ങിയ അന്നു മുതൽ 1991 വരെയും നമ്മൾ സോവിയറ്റ് യൂണിയനുമായി ചെയ്ത ട്രേഡ്, അതിപ്പോൾ ടെക്നോളജി വൈസ് ആയാലും ശരി, ഭക്ഷണ വസ്തുക്കളുടെ കാര്യമായാലും, സാങ്കേതിക വിദ്യ, വീട്ടുപകരണങ്ങൾ, ഇങ്ങനെയുള്ള രീതികളിലെല്ലാം ചെയ്ത ട്രേഡ് മാത്രം 86% അധികമായിരുന്നു. ഇത്രയധികം വ്യാപാരം ഇന്നത്തെ ഈ മോഡേൺ വേൾഡ് എക്കണോമിയിൽ പോലും ഏതൊരു രാജ്യവുമായി ചെയ്തിട്ടില്ല. അത്രത്തോളം കൂടുതൽ സോവിയറ്റ് യൂണിയൻ നമ്മൾ വിശ്വസിച്ചിരുന്നു. ഇതിൽ നമ്മുടെ രാഷ്ട്രീയവും പ്രധാനപ്പെട്ട ഒരു കാരണമാണ്. കാരണം അമേരിക്ക പാകിസ്ഥാനെ അത്രത്തോളം പിന്തുണയ്ക്കുന്നുണ്ടായിരുന്നു. പോരാത്തതിന് ചൈനയുമായി നമുക്ക് വലിയ ബന്ധമൊന്നും ആ സമയം ഇല്ലായിരുന്നു. അപ്പോൾ ഈ സോവിയറ്റ് യൂണിയൻ ഉള്ളതുവരെയും 1990കളിൽ ഇവർ തകരുന്നത് വരെയും നമ്മുടെ പ്രധാന ഡിഫൻസ് പാർട്ട്ണറായിരുന്നു USSR. ഈ കാലയളവിൽ ധാരാളം സഹായം ഇന്ത്യക്ക് വേണ്ടി അന്നത്തെ USSR ചെയ്തിട്ടുണ്ട്. ഇതിൽ ഒരു കാര്യം പരാമർശിക്കണമെങ്കിൽ, ധാരാളം ഭക്ഷണക്ഷാമം മൂലം നമ്മൾ കഷ്ടപ്പെട്ടപ്പോൾ, ഈ 91 എക്കണോമിക് ക്രൈസിസിന് മുൻപ് ഒരു വലിയ ഭക്ഷ്യക്ഷാമം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ നമുക്ക് സഹായിച്ചിട്ടുണ്ട്. കൂടാതെ ഇന്ന് റൂബൽ ഈ ഒരു ട്രേഡിനെ കുറിച്ചൊക്കെ നമ്മൾ സംസാരിക്കുന്നുണ്ട്. പാശ്ചാത്യ രാജ്യങ്ങൾ ബ്രിക്സിൽ ഒരുപാട് സമ്മർദ്ദം ചെലുത്തുന്നുണ്ട്. റഷ്യയിൽ ഒരുപാട് എക്കണോമിക് സാങ്ഷൻസ് ഒക്കെ നൽകുന്നുണ്ട്. ഇതിനെ അവോയ്ഡ് ചെയ്യാൻ വേണ്ടി ഇന്ത്യ റൂബൽ എന്ന ട്രേഡൊക്കെ ചെയ്യുമെന്നൊക്കെ പറയുന്നുണ്ട്. എന്നാൽ ഒരു 35 വർഷത്തിന് മുൻപ് തന്നെ ഈ എക്സ്ചേഞ്ച് രീതിയിൽ ഇന്ത്യയും റഷ്യയും ട്രേഡ് ചെയ്തിട്ടുണ്ട്. നമ്മുടെ പക്കൽ ഫോറിൻ കറൻസി കൂടുതൽ വരണമെന്നതിന് വേണ്ടി മറ്റേത് രാജ്യവും അന്ന് ഈ ഒരു സഹായം ഇന്ത്യക്ക് ചെയ്തില്ലായിരുന്നു. ചെയ്തത് സോവിയറ്റ് യൂണിയൻ മാത്രമായിരുന്നു. അടുത്ത എക്കണോമിക് ക്രൈസിസ് ഉണ്ടായി. സോവിയറ്റ് യൂണിയൻ തകർന്നു. അവരുടെ ആ ഒരു സാഹചര്യം അവർക്ക് തന്നെ വളരെ ബുദ്ധിമുട്ടായ ഒരു സമയമായിരുന്നു. റഷ്യ അവരുടെ സമ്പദ് വ്യവസ്ഥ സുസ്ഥിരമാക്കാനായി 8 ബില്യൺ IMFന്റെ പക്കൽ ചോദിച്ചു. അത് സാങ്ഷൻ ചെയ്യുന്നതിന് മുൻപ് 1008 പ്രശ്നങ്ങളായിരുന്നു റഷ്യക്ക് നൽകിയത്. ഈ സമയത്ത് റഷ്യയെ ഇന്ത്യക്ക് നേരിട്ട് സഹായിക്കാൻ സാധിച്ചില്ല. പക്ഷെ അവരുടെ ഈ IMF ലോൺ സാങ്ഷൻ ആയതിനു ശേഷം നമുക്ക് വളരെ പ്രധാനപ്പെട്ട ഒരു സഹായം അവർ ചെയ്തു. ഇന്ത്യക്ക് IMFന്റെ പക്കൽ നിന്നും ലോൺ ലഭിച്ചു. റഷ്യക്ക്, അതായത് സോവിയറ്റ് യൂണിയനിൽ നിന്നും തകർന്നതിന് ശേഷം റഷ്യക്ക് IMFന്റെ പക്കൽ നിന്നും ലോൺ ലഭിച്ചു. ഇപ്പോൾ ഈ 2 വിഭാഗത്തിന്റെ കാര്യമെടുത്താൽ അങ്ങോട്ടും ഇങ്ങോട്ടും പണസഹായം ചെയ്യാൻ സാധിക്കില്ല. കാരണം രണ്ടുപേരുടെയും അവസ്ഥ അങ്ങനെ ആയിരുന്നു. ഈ സാഹചര്യത്തിൽ ഈ 2 രാജ്യങ്ങളും ഒരു പ്രധാനപ്പെട്ട തീരുമാനം എടുക്കുന്നു. ഇവിടെ ഇവർക്കുള്ളിൽ നടക്കുന്ന എല്ലാ കരാറുകളും 1990കളിലായിരുന്നു ആദ്യമായി സുഖോയ് വിമാനങ്ങൾ ഇന്ത്യ വാങ്ങണം എന്നുള്ള ചർച്ചകൾ ഉണ്ടാകുന്നത്. 2 രാജ്യങ്ങൾക്കും ഇടയിൽ പ്രധാനപ്പെട്ട പ്രതിരോധ കരാറുകൾ ഒപ്പുവെച്ചു. ഇത് നിങ്ങൾ നന്നായി ശ്രദ്ധിക്കണം. SU-30 ഡീലിനെ കുറിച്ചുള്ള ഒരു വലിയ ടോപ്പിക് തന്നെയുണ്ട്. അപ്പോൾ ഈ ഇരുവശത്തും ഉണ്ടായ കരാറുകളെല്ലാം ഏത് തരത്തിലുള്ള പണ കൈമാറ്റവും ഇല്ലാതെ 2 രാജ്യങ്ങളുടെയും ഒരു ധാരണയുടെ പേരിൽ മാത്രമാണ് സംഭവിച്ചത്. അതായത് നിങ്ങൾ എനിക്ക് പണം നൽകേണ്ട ആവശ്യമില്ല, ഞാനും അങ്ങോട്ട് പണം നൽകേണ്ട ആവശ്യമില്ല. ഈ ഒരു കരാർ ആദ്യം അവസാനിപ്പിച്ച് നമ്മളൊന്ന് സുസ്ഥിരമായതിനു ശേഷം, സ്റ്റേബിൾ ആയതിനു ശേഷം നമുക്കിതിനെ പേപ്പറിൽ നിന്നും പ്രോജക്റ്റിലേക്ക് മാറ്റാം. ഇങ്ങനെ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഒരുപാട് ഡീൽസ് സൈൻ ചെയ്തു. അതിൽ SU-30 ഡീലുണ്ട്. എന്നാൽ പിന്നീട് 96ലാണ് നമ്മൾ പൂർണ്ണമായും ഒരു പ്രോജക്റ്റിലേക്ക് ഇതിനെ കൊണ്ടുപോയത്. അതൊരു പ്രത്യേക കഥയാണ്. അപ്പോൾ SU-30 കുറിച്ച് നിങ്ങളിവിടെ ഓർത്തിരിക്കുക. അതിനെക്കുറിച്ച് അവസാനം പറയാം. ഇങ്ങനെ 2 രാജ്യങ്ങൾ മാറി മാറി അവർക്കുള്ളിൽ സഹായിച്ചു. ഇപ്പോൾ 1995 എത്തി. റഷ്യ IMFന്റെ പിടിയിൽ നിന്നും ഒരല്പം പുറത്തേക്ക് വരുന്നു. ഇന്ത്യയും അവർ കൊടുത്ത സ്വർണം പതിയെ തിരികെ കൊണ്ടുവരാൻ തുടങ്ങി. ഇതിനുശേഷം ഈ 2 രാജ്യങ്ങളും ഒരു പരിധിവരെയും സ്റ്റേബിൾ ആയതിനു ശേഷം SU-30 ഡീൽ കൊണ്ടുവരുന്നു. അപ്പോൾ റഷ്യയും ഇന്ത്യയും ഒരേ സമയത്ത്, സോവിയറ്റ് യൂണിയനിൽ നിന്നും പിളർന്നു വന്ന റഷ്യയും നിരവധി യുദ്ധങ്ങൾ കണ്ട ഇന്ത്യയും 1991 ഒരേ ദുഷ്കരമായ സാഹചര്യത്തിലേക്ക് മാറുന്നു. എന്നാൽ IMFന്റെ ലോൺ ഇന്ത്യ ശരിയായി ഉപയോഗിച്ചതുകൊണ്ട്, പ്രധാനമായും അപ്പോഴുണ്ടായിരുന്ന ഫിനാൻസ് മിനിസ്റ്റർ
മൻമോഹൻ സിംഗിന്റെ വളരെ പ്രധാനപ്പെട്ട ഒരു ശ്രമം മൂലം, അദ്ദേഹത്തിന്റെ ഒരു ദീർഘദർശനം മൂലം ഈ സാമ്പത്തിക പ്രതിസന്ധി എല്ലാം നമ്മൾ മറികടന്നു വന്നു. ഇതിൽ റഷ്യയുടെ സഹായവും ഉണ്ടായിരുന്നു. എന്നാൽ നമ്മൾ വളരരുത് എന്ന് പല രാജ്യങ്ങളും പല ചതികളും ചെയ്തു. അതിൽ പ്രധാനപ്പെട്ട ഒരു രാജ്യത്തെ പറയണമെങ്കിൽ അത് മറ്റാരുമല്ല, ചൈനയായിരുന്നു. 1962 യുദ്ധത്തിന് ശേഷം ഇന്ത്യ വളരാൻ പാടില്ല എന്ന് ചൈന ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിച്ചു. ഗ്രോയിങ് എക്കണോമി. അന്ന് ചൈനയുടെ പക്കൽ വലിയ സമ്പദ് വ്യവസ്ഥയൊന്നും ഇല്ലായിരുന്നു. കഴിഞ്ഞ 25-30 വർഷത്തെ ഒരു ടൈം ലൈൻ എടുത്ത് നോക്കിയാൽ ഇന്ന് അവർ അത്രയേറെ വളർന്നിട്ടുണ്ട്. അപ്പോൾ 90 കാലഘട്ടത്തിൽ ചൈനയുടെ പക്കൽ വലിയ സമ്പദ് വ്യവസ്ഥയോ അല്ലെങ്കിൽ അവരൊരു വളർന്ന രാജ്യമോ അല്ല. ഇപ്പോഴുള്ളതൊക്കെ പിന്നീട് സംഭവിച്ചതാണ്. എന്നാൽ അന്ന് മുതൽ തന്നെ ഇന്ത്യയെ അവർക്ക് വെറുപ്പായിരുന്നു. ഈ ആന്റി ഇന്ത്യൻ മൈൻഡ് സെറ്റ് എന്നത് ചൈനയുടെ അതിർത്തി പ്രദേശങ്ങളിൽ വളരെയധികം വളരാൻ തുടങ്ങി. ഇങ്ങനെ വലിയൊരു സാമ്പത്തിക പ്രതിസന്ധിയിൽ നിന്നും നമ്മൾ പുറത്തു വന്നത് തന്നെ അതിശയിപ്പിക്കുന്ന ഒരു കാര്യമാണ്. അതിന് ഇതുപോലെ SU-30 എന്ന വാക്ക് പറഞ്ഞല്ലോ. സത്യത്തിൽ ഈ ഒരു വീഡിയോയിൽ എക്കണോമിയെക്കുറിച്ച് മാത്രമാണ് സംസാരിക്കാനിരുന്നത്. പക്ഷേ SU-30 ഡീലിനെ കുറിച്ചുള്ള ചില കാര്യങ്ങൾ നിങ്ങൾ അറിയേണ്ടതും അത്യാവശ്യമാണ്. അപ്പോൾ ഈ ഒരു വീഡിയോ ഒരു പാർട്ട് 1 ആണെന്ന് വേണമെങ്കിൽ പറയാം. SU-30 സംബന്ധിച്ച് നമ്മുടെ ഇന്ത്യൻ എയർഫോഴ്സിന്റെ ബാക്ക് ബോൺ ആണ്. എന്നാൽ ഇത് നമ്മൾ വാങ്ങാൻ പ്രയാസപ്പെട്ടത് കുറച്ചൊന്നുമല്ല. SU-30 2002 ആദ്യ വിമാനം നമ്മുടെ വ്യോമസേനയിലേക്ക് വന്നത്. 2002 മുൻപ് നമ്മുടെ പക്കൽ വലിയ ഫൈറ്റർ ജെറ്റ് ഫ്ലീറ്റ്സ് ഒന്നും തന്നെ ഇല്ല. വയസ്സായ മിറാഷ് 2000, ജാഗ്വാർ വിമാനങ്ങൾ, MiG-29, MiG-21 ഈ 4 വിമാനങ്ങളായിരുന്നു ഇന്ത്യൻ വ്യോമസേനയിലെ പ്രധാനപ്പെട്ട വിമാനങ്ങളായിരുന്നത്. തൊട്ടടുത്ത പാകിസ്ഥാൻ അമേരിക്കയുടെ പക്കൽ നിന്ന് വിമാനങ്ങൾ വാങ്ങുന്നു, റഡാർസ് വാങ്ങുന്നു. ഇങ്ങനെ ഒരുപാട് അപ്ഗ്രേഡ് അവർ ചെയ്തുകൊണ്ടേയിരുന്നു. ഇന്ത്യ വളരെ പിന്നിലേക്ക് പോയൊരവസ്ഥയായിരുന്നു. എന്നാൽ ഇതിൽ 2 ഭരണാധികാരികൾ, കോൺഗ്രസ് അല്ലെങ്കിൽ BJP, ഈ 1991 മുതൽ 2002 ഈ സമയപരിധിക്കുള്ളിൽ നിരവധി രാഷ്ട്രീയ കൊടുങ്കാറ്റുകൾ നമ്മുടെ ഇന്ത്യയിൽ ഉണ്ടായി. വെറും 14 ദിവസത്തിൽ ഒരു ഭരണമാറ്റം സംഭവിക്കുന്നു, ഒരു വർഷത്തിൽ ഒരു തവണ ഭരണമാറ്റം സംഭവിക്കുന്നു. ഇങ്ങനെ അത്രയേറെ രാഷ്ട്രീയ പ്രശ്നങ്ങൾ ഉണ്ടായി. ഇതിനുമെല്ലാം അപ്പുറം നമ്മൾ ഡീൽ സൈൻ ചെയ്തു. എങ്ങനെയാണെന്നല്ലേ ചോദിക്കുന്നത്? അത് അടുത്ത വീഡിയോയിലൂടെ ഞാൻ പറയാം. ഇതൊരു തുടക്കം മാത്രമാണ്. ഈ ഒരു ടോപ്പിക്കിലൂടെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ അറിയാൻ പോവുകയാണ്. 1991 ശേഷം സാമ്പത്തിക പ്രതിസന്ധിയിൽ എന്തെല്ലാം സംഭവിച്ചു എന്നുള്ളത് വീണ്ടും നമുക്ക് അടുത്ത വീഡിയോയിലൂടെ കാണാം. ഈ ഒരു വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം കമന്റിൽ പറയുക. കൂടുതൽ അപ്ഡേറ്റ്സിനായി വോയിസ് ഓഫ് വിക്കി എന്ന നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം.